അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, മയ്യിത്ത് സംസ്കരണത്തിലെ കുളിപ്പിക്കുന്ന കാര്യം അതിൻ്റെ പൂർണ്ണരൂപത്തോടുകൂടെ തന്നെ കഴിഞ്ഞയാഴ്ച സംസാരിക്കുകയുണ്ടായി, നിങ്ങൾ മനസ്സിലാക്കുകയുമുണ്ടായി. കാണാതെ പറയുന്നത് കൊണ്ട് പറയേണ്ട പലതും വിട്ടുപോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ പറയാത്ത വിഷയങ്ങൾ, പറഞ്ഞതിലുള്ള സംശയങ്ങൾ ഉണർത്തിത്തരണമെന്ന് കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചിരുന്നു. അധികം സംശയങ്ങളൊന്നും ആരും ഉന്നയിച്ചില്ല. എങ്കിലും മയ്യിത്ത് കുളിപ്പിക്കുന്നവന് നിയ്യത്ത് നിർബന്ധമില്ലെങ്കിലും സുന്നത്തുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മയ്യിത്തിന് വുളൂ ചെയ്തു കൊടുക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു. ഈ കുളിയുടെയും വുളൂഇൻ്റെയും നിയ്യത്ത് എങ്ങനെയാണ് എന്നതാണ് ഒരു ചോദ്യം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നാം എന്താണോ ചെയ്യുന്നത്, നാം പ്രവർത്തിക്കുന്നതിൻ്റെ മുമ്പ് മനസ്സിൽ കരുതുക, ലക്ഷ്യമാക്കുക എന്നതാണല്ലോ നിയ്യത്ത്. മഹത്തുക്കളായ ഫുഖഹാ അവരുടെ ഈ വിഷയകമായിട്ടുള്ള ചർച്ചയിൽ ആ നിയ്യത്തിൻ്റെ രൂപവും പഠിപ്പിച്ചു. വലാ തജിബു നിയ്യത്തുൽ ഗാസിലി, കുളിപ്പിക്കുന്നവൻ നിയ്യത്ത് വെക്കൽ നിർബന്ധമില്ല എങ്കിലും സുന്നത്താണ്. സുന്നത്തായ നിയ്യത്ത് എങ്ങനെയാണ്? ഫയൻവിൽ ഗസ്ലൽ വാജിബ, നിർബന്ധമായ മയ്യിത്തിനെ കുളിപ്പിക്കൽ, ഞാനിതാ കുളിപ്പിക്കുന്നു എന്ന നിയ്യത്ത് മനസ്സിൽ കരുതുക. അല്ലെങ്കിൽ ഔ ഗസ്ലൽ മയ്യിത്തി, മയ്യിത്തിനെ കുളിപ്പിക്കുന്നു എന്ന് മാത്രം കരുതുക. നിർബന്ധമായ മയ്യിത്തിനെ കുളിപ്പിക്കൽ, ഞാൻ കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മയ്യിത്തിനെ കുളിപ്പിക്കുന്നു എന്ന് നിരുപാധികം മനസ്സിൽ കരുതിയാലും നിയ്യത്തായി. വുളൂ ചെയ്തു കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ മയ്യിത്തിന് ഞാൻ വുളൂ ചെയ്തു കൊടുക്കുന്നു, അത്രമാത്രം മതി. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, മയ്യിത്ത് കുളിപ്പിച്ചവർക്ക് കുളി നിർബന്ധമില്ലെങ്കിലും കുളിക്കൽ സുന്നത്തുണ്ട്. കുളിപ്പിക്കുന്ന ആളുകൾക്ക് കുളി നിർബന്ധമില്ലെങ്കിലും അവർ കുളിക്കൽ സുന്നത്താണ്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൻ ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഗ്തസിലു മിൻ 40. 4 അവസരങ്ങളിൽ പുന്നാര നബി തങ്ങൾ കുളിക്കാറുണ്ടായിരുന്നു. അതവിടത്തെ ഒരു സുന്നത്തായിരുന്നു, ഒരു ചര്യയായിരുന്നു. 4 സമയങ്ങളിലുള്ള കുളി. ഒന്ന് മിനൽ ജനാബത്തി, വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കും, അത് നിർബന്ധമായ കുളിയാണ്. വയൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസത്തിലുള്ള കുളി, അത് സുന്നത്തായ കുളിയാണ്. വമിനൽ ഹിജാമത്തി, അക്കാലത്തുണ്ടായിരുന്ന ചികിത്സാ രീതിയാണ് കൊമ്പുവയ്ക്കൽ. ആ കൊമ്പുവയ്ക്കൽ കഴിഞ്ഞാൽ അപ്പോഴും നബി തങ്ങൾ കുളിക്കാറുണ്ടായിരുന്നു. വഹുസ്ലിൽ മയ്യിത്തി, മയ്യിത്തിനെ കുളിപ്പിച്ചതിന്റെ പിറകിലും കുളിക്കാറുണ്ടായിരുന്നു. ഈ ഹദീസിന്റെ പിൻഫലത്തോടെ മഹത്തുക്കളായ ഉലമാ രേഖപ്പെടുത്തി. അതുകൊണ്ട് മൻ ഗസ്സലൽ മയ്യിത ഫല്യഗ്തസിൽ, മയ്യിത്ത് കുളിപ്പിച്ചവർ കുളിക്കേണ്ടതാണ്, സുന്നത്താണ്. വമൻ ഹമലഹു ഫല്യതവല്ല, മയ്യിത്ത് ചുമന്നവർ വുളൂ ചെയ്യലും സുന്നത്താണ്. മയ്യിത്ത് പള്ളിയിലേക്ക് സന്തൂക്കിൽ അല്ലെങ്കിൽ മയ്യിത്ത് കട്ടിലിൽ ചുമന്നുകൊണ്ട് വരുന്നവർക്ക് വുളൂ ഉണ്ടെങ്കിലും മയ്യിത്ത് ചുമന്നാൽ പിറകെ ഒരു വുളൂ ചെയ്യൽ സുന്നത്തുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് കുളിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ കുളി കഴിഞ്ഞു. ഇനി നമുക്ക് കഫൻ ചെയ്യുന്നതിനെ കുറിച്ച്. കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയായാൽ പിന്നെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അന്ത്യയാത്ര പോകണമല്ലോ, വസ്ത്രമണിയിക്കണം. എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത്? അതിന്റെയും A to Z നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പ്രാക്ടിക്കലായി സഹാബത്തിന് കാണിച്ചു കൊടുക്കുകയും അവരത് പിൻകാല ജനതയ്ക്ക് വേണ്ടി വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് വന്ന മുഹദ്ദിസുകളൊക്കെ ഈ വിഷയകമായി സകല കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആമുഖമായി പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളോട് ഉണർത്താനുള്ളത്, കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറവ് ചെയ്യലും അടക്കമുള്ള മയ്യിത്ത് സംസ്കരണത്തിലെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും അത്തരം കാര്യങ്ങളിൽ പങ്കാളികളാകുന്നതും വളരെയധികം പുണ്യമുള്ള, പോരിഷയുള്ള, കൂലിയുള്ള കാര്യമാണ്.
ഇതൊരു ചടങ്ങാണ്, ഒരു ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. നമ്മുടെ കുടുംബത്തിലാകട്ടെ പരിചയത്തിലാകട്ടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടാൽ ശേഷക്രിയകൾ നടത്തുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രതിഫലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന്റെ ശ്രേഷ്ഠതയും കൂലിയും നാം മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് ഇഖ്ലാസോടെ അത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അൻ അബീ റാഫിഇൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മയ്യിത്ത് സംസ്കരണത്തിന്റെ പുണ്യം, അതുമായി ബന്ധപ്പെടുന്ന അതിൽ പങ്കെടുക്കുന്നതിന്റെ പുണ്യം വിവരിച്ച് ഹബീബ് പറഞ്ഞു, മൻ വസ്സലൽ മയ്യിത ഫകതമ അലൈഹി ഗഫറല്ലാഹു ലഹു 40 മറ. പരിപൂർണമായ രീതിയിൽ ഒരാൾ മയ്യിത്തിനെ കുളിപ്പിച്ചു, ആ മയ്യിത്തിന്റെ കുറവുകളും വൈകല്യങ്ങളും മൂടിവെച്ചു, രഹസ്യമാക്കി വെച്ചാൽ ഗഫറല്ലാഹു ലഹു 40 മറ. കുളിപ്പിച്ച വ്യക്തിക്ക് അല്ലാഹു 40 പ്രാവശ്യം പുറത്തു കൊടുക്കുന്നതാണ്. കഴിഞ്ഞയാഴ്ച കേട്ട ഹദീസ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമൻ ഹഫറ ലഹു, ഒരു മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി കുഴി വെട്ടിയാൽ, ഖബർ വെട്ടിയാൽ, ഫഅജന്നഹു, ഖബർ വെട്ടുകയും ആ വിശ്വാസിയെ ഖബറടക്കുകയും ചെയ്താൽ, അതിൽ പങ്കെടുത്താൽ, എന്നാൽ ഉജ്ജിറ അലൈഹി കഅജ്രി മസ്കനിൻ അസ്കനഹു ഇലാ യൗമിൽ ഖിയാമ. അതിന്റെ കൂലി എത്രയെന്നറിയാം നിങ്ങൾക്ക്? അല്ലാ, എന്താ അതിന്റെ കൂലി? ഉജ്ജിറ അലൈഹി കഅജ്രി മസ്കനിൻ അസ്കനഹു ഇലാ യൗമിൽ ഖിയാമ. ആ മനുഷ്യന് ഖിയാമത്ത് നാൾ വരെ താമസിക്കാൻ വേണ്ടി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പുണ്യമാണ്. ഒരാൾക്കൊരു വീട് പണിതു കൊടുത്താൽ എത്ര കൂലി കിട്ടും? ഈ മനുഷ്യന് ഖിയാമത്ത് നാൾ വരെ താമസിക്കാൻ ഒരു വീട് കെട്ടിക്കൊടുത്ത കൂലി. ശരിയല്ലേ? ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖിയാമം വരെയുള്ള ഭവനമാണ് ഖബർ. മാത്രമല്ല, വമൻ കഫനഹു, ഒരു വിശ്വാസിക്കാരെങ്കിലും കഫൻ തുണി സമ്മാനിച്ചാൽ, അല്ലെങ്കിൽ കഫൻ ചെയ്തു കൊടുത്താൽ, കസാഹുല്ലാഹു തആല യൗമൽ ഖിയാമ മിൻ സുന്ദുസിൻ വസ്തബ്റഖിൻ. കഫൻ നൽകി കഫൻ ചെയ്തു കൊടുത്താൽ ആ വ്യക്തിക്ക് അല്ലാഹു അണിയിക്കും, ധരിപ്പിക്കും എന്ന് അന്ത്യദിനത്തിൽ. പണം കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടാത്ത ഒരു ദിനം വരുന്നുണ്ട്. പുടവകൾ, നല്ല തുണിത്തരങ്ങൾ പൈസ കൊടുത്തു വാങ്ങാൻ പറ്റാത്ത ഒരു ദിനമുണ്ട്. അന്ന് അമലിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൊണ്ട് മാത്രമേ അവിടത്തെ ജീവിതം ബാസുരമാകൂ. ഖിയാമത്ത് നാളിൽ കഫൻ ചെയ്ത മനുഷ്യനെ അല്ലാഹു അണിയിക്കുന്നതാണ് എന്ത്? മിൻ സുന്ദുസിൻ വസ്തബ്റഖിൻ, സ്വർഗീയ പട്ടുകൾ, കട്ടിയുള്ള പട്ട്, നേർമയുള്ള പട്ട്, സ്വർഗത്തിലെ വസ്ത്രങ്ങളാണത്. സ്വർഗീയ വസ്ത്രം ഈ മനുഷ്യന് അല്ലാഹു അണിയിക്കുന്നതാണ്. ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, ആത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങൾ, കർമ്മങ്ങൾ നല്ല നിയ്യത്തോടുകൂടെ ഇഖ്ലാസോടുകൂടെ ചെയ്താൽ ഇത്ര വലിയ പോരിശയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. വലിയ കാര്യം. അതുകൊണ്ട് ഈ മേഖലയിലേക്കൊക്കെ ചെറുപ്പക്കാരും എല്ലാവരും മുന്നോട്ട് വരിക. ഇത് കേവലം നമ്മുടെ ഒരു വയ്യാവേലി ബാധ്യതയാണ്, ഇതൊന്ന് കഴിക്കണല്ലോ എന്നുള്ള ആ ഒരു ചിന്ത പാടില്ല. ഇതൊരു വളരെ മഹിതമായ ഒരു ഇബാദത്താണെന്നുള്ള ബോധം നമുക്കെല്ലാവർക്കും വേണം. പിന്നെ മനസ്സിലാക്കാനുള്ളത് കഫൻ തുണി. കഫൻ തുണികൾ ജീവിതകാലത്തു തന്നെ ഒരുക്കി വെക്കാവുന്നതാണ്. അത് അനുവദനീയമാണ്. എന്നു മാത്രമല്ല, സ്വാലിഹീങ്ങളുടെ, മുത്തഖികളുടെ, ഔലിയാക്കളുടെ അസറുള്ള തുണിയാണെങ്കിൽ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ അണിഞ്ഞ തുണി നമുക്ക് ഗിഫ്റ്റായി തന്നു എന്ന് വെച്ചോ. എന്നാൽ അത് കല്യാണത്തിന് പോകാൻ വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട, അത് കഫൻ തുണിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചോളൂ. സ്വാലിഹീങ്ങളുടെ അസർ, സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട തുണി, അല്ലെങ്കിൽ ഒരു സ്വാലിഹായ പ്രവർത്തനത്തിൽ ബന്ധപ്പെടുത്തിയ തുണി. ഉദാഹരണം, ഹജ്ജ് ചെയ്തപ്പോൾ അണിഞ്ഞ 2 മുണ്ട്, ഒരു സ്വാലിഹായ അമലുമായി ബന്ധപ്പെടുത്തിയ തുണി. ഹജ്ജ് ചെയ്തപ്പോൾ അണിഞ്ഞ 2 മുണ്ടുകൾ, അത് നാട്ടിൽ വന്നാൽ കഫൻ തുണിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കുക. അല്ലെങ്കിൽ സംസമിൽ മുക്കിയെടുത്ത തുണി. ഇങ്ങനെ സ്വാലിഹായ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിയത്, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ അസറുള്ള തുണി
കഫൻ തുണിയായി മുൻകരുതൽ, മുൻകൂട്ടി കരുതി വെക്കൽ, എടുത്തുവെക്കൽ, സൂക്ഷിച്ചു വെക്കൽ അനുവദനീയമാണെന്ന് മാത്രമല്ല അത് മുസ്തഹബാണ്, നല്ല കാര്യമാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഈ വിഷയത്തിൽ അധ്യായമുണ്ട്. മുൻഗാമികളായ സ്വഹാബത്ത് അവര് ചെയ്തതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? സ്വഹാബികൾ എങ്ങനെയാണ് നബിയിൽ നിന്ന് ദീൻ പഠിച്ചത്, എങ്ങനെ ജീവിച്ചു, അത് കണ്ടാ നമ്മളും ജീവിക്കേണ്ടത്, പഠിച്ച് പ്രവർത്തിക്കേണ്ടത് അല്ലേ? സ്വഹാബത്തൊക്കെ ഇങ്ങനെ കഫൻ തുണി ഒരുക്കി വെച്ചതായി ബുഖാരിയിൽ കാണാം. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്. അധ്യായത്തിന്റെ പേരെന്താ? ബാബു മനിസ്തഅദ്ദൽ കഫന ഫീ സമനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലം യുൻകർ അലൈഹി. അധ്യായത്തിന്റെ പേര് ബാബു മനിസ്തഅദ്ദൽ കഫന ഫീ സമനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം യുൻകർ അലൈഹി. നബിയുടെ കാലത്ത് മരണത്തിന് മുമ്പ് തന്നെ കഫൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ആരും എതിർക്കാതെ നബി തങ്ങൾ വിമർശിക്കാത്ത തരത്തിൽ കഫൻ തുണി സൂക്ഷിച്ചു വെച്ച ആളെ കുറിച്ച് പറയുന്ന അധ്യായം. നബിയുടെ കാലത്തൊരു സ്വഹാബി താൻ മരിച്ചാൽ കഫൻ തുണിയായി ഉപയോഗിക്കാനുള്ള തുണി നേരത്തെ എടുത്തു വെച്ച് ഫലം യുൻകർ അലൈഹി. സ്വഹാബികളോ പ്രവാചകരോ വിമർശിച്ചില്ല. അതിന് മൗനാനുവാദവും അതിന് സർട്ടിഫിക്കറ്റും നൽകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതാണ് അധ്യായ നാമം. ആ അധ്യായത്തിൽ ഒരു ഹദീസ് ഉണ്ട്. ഏതാ ഹദീസ്? അൻ സഹിലിൻ റളിയല്ലാഹു അൻഹു ഖാല ഇന്ന ഇംറഅതൻ ജാഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചോ, ജീവിതകാലത്ത് സ്വാലിഹീങ്ങളുടെ അസറുള്ള തുണി, സ്വാലിഹായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയ തുണി കഫനിന് വേണ്ടി കരുതി വെക്കാം. തെളിവ് സ്വഹീഹുൽ ബുഖാരി. സഹിൽ റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബിയായ സഹിൽ പറയുന്നു, ഇന്ന ഇംറഅതൻ ജാഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിബുർദത്തിൻ മൻസൂജത്തിൻ ഫീഹാ ഹാശിയതുഹാ. നബി തങ്ങളുടെ മുന്നിലേക്ക്, സന്നിധിയിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. ആ പെണ്ണിന്റെ കയ്യിൽ നെയ്തുണ്ടാക്കിയ ഒരു വസ്ത്രമുണ്ട്. ഫീഹാ ഹാശിയതുഹാ, നല്ല കരയൊക്കെയുള്ള സുന്ദരമായ ഒരു മുണ്ട്. ആ മുണ്ടും കണ്ട് തിരുസന്നിധിയിലേക്ക് ആ പെണ്ണ് വന്ന് കേറി. എന്നിട്ട് ഫഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, നബിയേ, ആ മുണ്ട് നബി തങ്ങളുടെ നേരെ കാട്ടിയിട്ട് പറഞ്ഞു, നസജ്തുഹാ ബിയദീ. നബിയെ, ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ ഒരു മുണ്ടാണിത്, ഒരു തുണിയാണിത്. ഞാനിപ്പോൾ ഇതും കൊണ്ട് വന്നത് എന്തിനാ? ഇത് അങ്ങേക്ക് അണിയിക്കാൻ, ധരിപ്പിക്കാൻ വേണ്ടി ആ ഒരു നീയത്തോടെ ഞാൻ നെയ്തുണ്ടാക്കിയ മുണ്ട് അങ്ങേക്ക് സമ്മാനിക്കാനും അങ്ങേക്ക് അണിയിക്കാനും വേണ്ടി വന്നതാണ്. ഇങ്ങനെ ഹദിയായിട്ട് വരുമ്പോ നബി തങ്ങൾ മേടിക്കും. തനിക്ക് ആവശ്യമില്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കും. ഇതാ പതിവ്. പക്ഷേ ഈ സംഭവത്തിൽ അതല്ല ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്താജൻ ഇലൈഹ. നബിക്കത് ആവശ്യമുള്ളതുപോലെ തന്നെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. സഹാബികൾ പറയുന്നു, ഫഖറജ ഇലൈന, സ്വീകരിച്ച് അകത്ത് പോയിട്ട് പിന്നെ ഞങ്ങളെ മുന്നിലേക്ക് ഇറങ്ങി വന്നപ്പോ വഇന്നഹാ ഇസാറുഹു, ആ പെണ്ണ് സ്വന്തം കൈ കൊണ്ട് നെയ്തുണ്ടാക്കിയ കരയൊക്കെയുള്ള ആ മുണ്ട് തുണിയാക്കി എടുത്തിട്ട്, മുണ്ടാക്കി എടുത്തിട്ട്, ഇസാറായിട്ട്, അരയുടുപ്പായി എടുത്തിട്ട് ഞങ്ങളെ മുന്നിലേക്ക് വന്നു. വരുന്ന രംഗം കണ്ടപ്പോ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിശ്വാസി, ഫഹസ്സനഹാ ഫുലാനുൻ ഫഖാല മാ അഹ്സനഹാ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു സഹാബി എണീറ്റ് നിന്ന് പറഞ്ഞു, നബിയേ, എന്തൊരു മുഞ്ചുണ്ട് ഈ തുണി, എന്തൊരു ഭംഗിയുണ്ട്, മാ അഹ്സനഹാ, സൂപ്പറായിട്ടുണ്ട് ഈ തുണി, അതുകൊണ്ട് അത് എനിക്ക് തരുമോ നബിയെ? ആ മുണ്ട് എനിക്ക് തരുമോ ചോദിച്ചാൽ പിന്നെ നബി തങ്ങൾ പിന്നെ അവഗണിക്കാറില്ലല്ലോ. ഉടനെ തന്നെ അത് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് ഫഖാലൽ ഖൗമു, സദസ്സിലുണ്ടായിരുന്ന മറ്റു സഹാബത്ത് വിമർശിച്ചു പറഞ്ഞു, മാ അഹ്സൻത, എട ചങ്ങാതി, നീ ചെയ്തതൊരു നല്ല പണിയായില്ല, മോശമായി നീ ചെയ്തത്. എന്തുകൊണ്ട്? ലബിസഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹ്താജൻ ഇലൈഹാ ثم سألته وعلمت أنه لا يرد. സാധാരണ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയ എന്താ ചെയ്യാ? ആവശ്യമില്ലെങ്കിൽ നമുക്കൊക്കെ തരലാണല്ലോ പതിവ്. ഇന്ന് അതല്ലല്ലോ ഉണ്ടായത്. ലബിസഹാ മുഹ്താജൻ ഇലൈഹ, ആവശ്യം ഉണ്ടായിട്ട് മേടിച്ചത് അണിഞ്ഞല്ലോ. എന്നിട്ട് പിന്നെ നീ അത് ചോദിച്ചത്, നബിക്ക് ആവശ്യമുള്ള ഒരു സാധനം നീ ചോദിച്ചത് മാ അഹ്സൻത, വളരെ മോശമായി പോയി എന്ന് വിമർശിച്ചപ്പോ ഫഖാല, ഈ മുണ്ട് ചോദിച്ചു മേടിച്ച സ്വഹാബി മറുപടി പറയുകയാണ് അവരോട്,
ഫഖാല വല്ലാഹി ഇന്നി മാ സഅൽതുഹു ലിഅൽബസഹു. കൂട്ടുകാരെ, ഞാനത് നബിയിൽ നിന്ന് വാങ്ങിച്ചത് എനിക്ക് വല്ല യാത്രയിലും ഉപയോഗിക്കാൻ വേണ്ടിയല്ല, ആഘോഷങ്ങൾക്ക് പോകുമ്പോൾ പുത്തനുടുപ്പായി അണിയാനല്ല. വഇന്നമാ സഅൽതുഹു ലിതകൂന കഫനീ. പുന്നാര നബിയുടെ പുണ്യമേനിയിൽ സ്പർശിച്ച ആ തുണി അന്ത്യയാത്രയിൽ കഫൻ തുണിയായി ഉപയോഗിക്കണമെന്ന നിയ്യത്താണ് എന്നെ ചോദിപ്പിച്ചത്. ആ ഒരു ലക്ഷ്യത്തോടെ ഞാനത് ചോദിച്ചത് എന്നാ സ്വഹാബി മറുപടി പറഞ്ഞപ്പോ ആർക്കും ഒന്നും ഉണ്ടായില്ല. അയ്യടാ, ഇവനാണല്ലോ ഭാഗ്യം കിട്ടിയത്, നമുക്കൊന്നും ഇപ്പൊ ഈ ബുദ്ധി തോന്നിയില്ലല്ലോ. എല്ലാവരും മിണ്ടാതിരിക്കുകയും സഹിൽ റളിയല്ലാഹു അൻഹു, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹിൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഫകാനത്ത് കഫനഹു, നബിയിൽ നിന്ന് അത് വാങ്ങിച്ചു വെച്ച് സൂക്ഷിച്ച് ഈ സ്വഹാബി വഫാത്തായപ്പോ കഫനായി ആ തുണി ഉപയോഗിക്കുകയും ചെയ്തു. ബുഖാരിയുടെ ഈ ഹദീസ് ഉദ്ധരിച്ച് ഉലമാ, ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞു, ഫീഹി തബറുക്കു ബി ആസാരി സ്വാലിഹീൻ, ദലീലുൻ ബി അല തബറുക്കി ബി ആസാരി സ്വാലിഹീൻ. നല്ല ആളുകൾ ഉപയോഗിച്ചത് അവരുടെ ബാക്കി ഭക്ഷണമാണെങ്കിൽ അത് എന്തോ അത്തരം സാധനങ്ങളിൽ ബറക്കത്തുണ്ട് എന്നതിന് തെളിവാണ് ഈ ഹദീസ് എന്ന് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തരം തുണികൾ നമുക്കുണ്ടെങ്കിൽ അത് കരുതി വെക്കാവുന്നതാണ്, നല്ല കാര്യമാണ്. ജീവിതകാലത്ത് തന്നെ ഖബറ് കുഴിച്ചു വെക്കുന്നതിന്റെ വിധി എന്താ? അതും അനുവദനീയമാണ്, സുന്നത്തൊന്നുമില്ല. ഇനി ഇത് കേട്ടിട്ട് എല്ലാവരും പള്ളിപ്പറമ്പിൽ ഇപ്പൊ തന്നെ സ്ഥലം ബുക്ക് ചെയ്താല് മരിക്കാനുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ തന്നെ കുഴി വെട്ടിയ ചിലപ്പോൾ ആ കുഴിക്ക് പോയില്ലെങ്കിലോ കുറെ വേസ്റ്റ് ആവും. അതൊരു സുന്നത്താക്കിയിട്ടില്ല ഇസ്ലാം. എന്നാലും മുജാവറത്തു സുലഹ, നല്ല ആളുകളുടെ അടുത്ത് കിടക്കണം എന്നുള്ള ആശ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിലും ഇവൻ വല്ല നല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലേ കാര്യം കിട്ടുള്ളൂ. എങ്കിലും ഇവന്റെ നിയ്യത്ത് നല്ലതാണല്ലോ, നല്ല ആളുകളുടെ അടുത്ത് കിടക്കണം, നല്ലൊരു മനസ്സുണ്ടായിട്ടാണല്ലോ. ഇതൊക്കെ നല്ല ലക്ഷണ. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ഈ ഭൂമുഖത്ത് ധാരാളമുണ്ട്. അത് അള്ളാഹു ഇഷ്ടപ്പെട്ട നല്ല വ്യക്തികൾ, ഇതൊക്കെ അള്ളാന്റെ ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങളെ ആരെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ ഭക്തിയുണ്ട്, തഖ്വയുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാകുന്നു. അതുകൊണ്ട് ആ ചിന്ത തെറ്റല്ല. നല്ല ആളുകൾ കിടക്കുന്ന അവരടുത്ത് പോയി കിടക്കണം എന്നുള്ള എന്നിരുത്തി അതിനും വാശി പിടിച്ചാൽ എല്ലാവർക്കും അത് കിട്ടണം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണല്ലോ, അല്ലേ? ഇപ്പൊ ഈ നമ്മൾ നമസ്കരിക്കാൻ അങ്ങനെ സ്വപ്പ് കിട്ടുമ്പോൾ ഇമാമിന്റെ വലത് ഭാഗത്തിന് പ്രത്യേകം കൂലിയുണ്ട് ഫുഖഹാവ് പറഞ്ഞു. എല്ലാവരും അവിടെ വന്നാൽ ഇടത്തെ ഭാഗത്ത് ആളുണ്ടാവും, അവിടെ നിൽക്കാൻ ആളെ കിട്ടും. അപ്പൊ ചില ഉലമാവ് പറഞ്ഞല്ല, തന്നെക്കാൾ നന്മയിൽ മറ്റുള്ളവരെ മുന്തിച്ച് താൻ ഇപ്പുറത്ത് വന്നാൽ അവരെ ചെയ്ത കൂലിയും കൂടിയും കിട്ടും. വലതുഭാഗം തന്റെ സഹോദരന്മാർക്ക് വേണ്ടി മാറ്റി വെച്ചു കൊടുക്കുക. അപ്പൊ തന്നെക്കാൾ നന്മയിൽ മറ്റുള്ളവർക്ക് സീറ്റ് കൊടുക്കുക, അതൊരു നല്ല നിയ്യത്താണ്. അപ്പൊ ഏതിനും നിയ്യത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ജീവിതകാലത്ത് ഖബറ് കുഴിച്ചു വെക്കാം. മുൻഗാമികളിൽ ധാരാളം ആളുകൾ അവരുടെ ജീവിതകാലത്തു തന്നെ ഖബറ് കുഴിച്ചു വെച്ചതായി ചരിത്രത്തിൽ കാണാം. മഹാനായ പ്രമുഖ അമവി ഭരണാധികാരി, ചരിത്രത്തിലെ രണ്ടാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഖലീഫ രണ്ടാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ ഖബർ കുഴിച്ചു വെക്കുക മാത്രമല്ല ചെയ്തത്, ഖബർ വെട്ടി മാത്രമല്ല ആ ഖബറിൽ നിറയെ വെള്ളി നാണയങ്ങൾ നിറച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു. പടച്ചോനെ, എനിക്ക് കിടക്കാനുള്ള സ്ഥലമാണല്ലോ ഇത്. ആ ഖബറിൽ വെള്ളി നാണയം നിറച്ചിട്ട് അത് മുഴുവൻ പാവങ്ങൾക്കാണ് സ്വതക്ക ചെയ്തു. ഇതിനിപ്പോ തെളിവ് നബിയിൽ നിന്നൊന്നും കാണൂല, റസൂൽ ഇങ്ങനെ ചെയ്തിട്ടില്ല, സ്വഹാബികളും ചെയ്തിട്ടില്ല, ഖുർആനിലും ഇല്ല. എന്നാലും ഒരു നന്മയിട്ട് തോന്നി ആ സ്വഹാബി ചെയ്തു. ഇത് ബിദ്അത്താണെന്ന് തടയേണ്ട കാര്യമില്ലല്ലോ, പാവങ്ങൾക്ക് കിട്ടിക്കോട്ടെ സദഖ. ഇങ്ങനെയൊക്കെ ചെയ്ത മഹാന്മാർ, മുജദ്ദിദുമാർ, പരിഷ്കർത്താക്കൾ, ദീനിന്റെ നായകന്മാർ ധാരാളം ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ചെയ്യാവുന്നതാണ്. കഫൻ തുണി ഒരുക്കി വെക്കാം, ഖബർ നേരത്തെ കുഴിച്ചു വെക്കാം, അതൊക്കെ അനുവദനീയമാണ്. സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടുത്തി, സ്വാലിഹായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകം പോരിശയുണ്ട്, നല്ല കാര്യവുമാകുന്നു. പിന്നെ തുണി എങ്ങനത്തെ തുണിയാകണം, ഏത് തുണിയാണ് വേണ്ടത്? തുണിയെക്കുറിച്ച് പറയുമ്പോൾ പുതിയതിനേക്കാൾ നല്ലത് മിനിമം ഒരു തവണയെങ്കിലും വാഷ് ചെയ്ത
അലക്കിയ പഴയ വസ്ത്രമാണ് നല്ലത്. പഴയ വസ്ത്രമാണ് പുതിയതിനേക്കാൾ നല്ലത്. നല്ല ഉറപ്പും വൃത്തിയുമുള്ള, എന്നാൽ അത് നന്നാകണം. സഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായമുണ്ട്, ബാബും ഫീ തഹസീനി കഫനിൽ മയ്യിത്തി. മയ്യിത്തിന്റെ കഫൻ നന്നാക്കണം, നല്ല കഫൻ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ബാബുൻ ഫീ തഹസീനി കഫനിൽ മയ്യിത്തി. മയ്യിത്തിന്റെ കഫൻ തുണി നല്ലതായിരിക്കണം എന്നതിനെ കുറിച്ച് വിവരിക്കുന്ന അധ്യായം. നല്ലതായിരിക്കണം. ഏതാ അധ്യായത്തിൽ ഉദ്ധരിച്ച ഹദീസ് എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ കഫന അഹദുക്കും അഖാഹു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ കഫൻ ചെയ്യുകയാണെങ്കിൽ ഫല്യുഹസ്സിൻ കഫനഹു, ആ കഫൻ നിങ്ങൾ നല്ലതാക്കണം. എന്നുവെച്ചാൽ ഏതായാലും ചീഞ്ഞു നാറാൻ പുഴുത്തു നാറാൻ പോവാണല്ലോ, ഏതെങ്കിലും കീറക്കഷ്ണം കൊണ്ട് മറച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്. നല്ല കഫൻ തുണി ഉപയോഗിക്കണം. എന്ന് വെച്ച് നല്ലത് എന്ന് പറഞ്ഞാൽ പുതിയതും വില കൂടിയതും ആകണമെന്നല്ല നല്ലതിനർത്ഥം. ഉറപ്പുള്ളതും വൃത്തിയുള്ളതും ആകണം എന്നതാണ് ഇവിടെ പറഞ്ഞ നന്മ. പുതിയതും വില കൂടിയതും ആകാൻ പാടില്ല. വില കൂടിയത് ആകൽ കറാഹത്താണ്, അത് സുന്നത്തിനെതിരാണ്. വില കൂടിയ കഫൻ തുണി, ആള് കോടീശ്വരനല്ല, എത്ര കാലം കണിഞ്ഞിരുന്നത് കൂടിയ ഷർട്ടും തുണിയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് കഫൻ തുണിയും കുറച്ചാണ്ട് കൂടിയത് മേടിക്കുക, അത് സുന്നത്തിനെതിരാണ്. അബൂദാവൂദിൽ ഈ വിഷയത്തിൽ ഒരു അധ്യായം തന്നെ കാണാം. ബാബു കറാഹിയത്തിൽ മുഗാലാത്തി ഫിൽ കഫനി, കഫൻ തുണിയിൽ പരിധി വിടൽ, വലിയ വിലയുള്ള തുണി മേടിക്കൽ കറാഹത്താണ്. എന്നിട്ട് അതിൽ ആ അധ്യായത്തിൽ പറഞ്ഞ ഹദീസ്, ഖാല അലിയുൻ കറമല്ലാഹു വജ്ഹഹു, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തുഗാലിലി ഫിൽ കഫൻ, എനിക്കുള്ള കഫൻ ഒരിക്കലും വില കൂടിയതാകരുത്. കൂട്ടുകാരോട് കുടുംബത്തോട് വസിയത്താക്കുക, ലാ തുഗാലിലി ഫിൽ കഫനി, ഒരിക്കലും എന്റെ കഫൻ കൂടിയ വസ്ത്രം ആകരുത്. എന്തേ കാരണം? ഫഇന്നീ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തഗാലു ഫിൽ കഫനി ഫഇന്നഹു യുസ്ലബു സൽബൻ സരിയാ, അത് വളരെ പെട്ടെന്ന് നശിക്കാനുള്ളതാണ്, വളരെ പെട്ടെന്ന് നശിക്കാനുള്ളതാണ്. അതുകൊണ്ട് കൂടിയ വിലക്ക് കഫൻ തുണി മേടിക്കരുത് എന്ന് വിലക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടിയത് മേടിക്കരുത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വില കൂടിയത് വേണ്ട, വെള്ള വസ്ത്രമാണ് നല്ലത്. അതിലും അധ്യായങ്ങൾ കാണാം. വെള്ള വസ്ത്രമാണ് കഫനിന് ഉപയോഗിക്കേണ്ടത്, അതാണ് ഉത്തമം. ബുഖാരിയിൽ അധ്യായം കാണാം, ഇൽബസൂ മിൻ സിയാബികുമുൽ ബയാൽ, നിങ്ങൾ വെള്ള വസ്ത്രം ഉപയോഗിക്കണം. ജീവിച്ചിരിക്കുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെള്ള വസ്ത്രം ഉപയോഗിക്കണം. ഫഇന്നഹാ മിൻ ഖൈരി സിയാബികും, അത് നിങ്ങളുടെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമമായ വസ്ത്രമാണ്. ഉത്തമമായ വസ്ത്രം. ഇന്നിപ്പോ അത് കണ്ടെത്തി. മാരകമായ രോഗങ്ങൾ ഏൽപ്പിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിരോധിക്കാനുള്ള കരുത്ത് വെള്ള വസ്ത്രത്തിനുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂര്യരശ്മികൾ ഇതിനെ തടയാൻ വെള്ള വസ്ത്രത്തിനാകും. മാത്രമല്ല വൃത്തി ഉണ്ടാവും, നമുക്കറിയാം, പെട്ടെന്ന് മുഷിയും, അതുകൊണ്ട് നമ്മൾ മാറും. മാത്രമല്ല ഒരു 3 കുപ്പായം ഉണ്ടായാൽ മതി. എത്ര ഉണ്ട് ആളുകൾക്കറിയില്ല. എന്നും പുത്തനെടുത്ത് ഇക്കാക്കാക്ക് മുന്നിൽ വരാം. 20 കുപ്പായ ഒരാൾക്ക് കളർ കുപ്പായം ഉണ്ടെന്ന് കരുതിക്കോ, ഇന്നാളിട്ട കുപ്പായം തന്നെയല്ലോ എപ്പോഴും ഇട്ടത്. തിരിയലോ ആളുകൾക്ക് വെള്ള കുപ്പായം ഒന്ന് അലക്കി തേച്ചാൽ 3 മതി, എന്നും പുത്തനായിരിക്കും അല്ലേ. അതുകൊണ്ട് നല്ലത് നിങ്ങളുടെ വസ്ത്രത്തിന്റെ കൂട്ടത്തിൽ നല്ലത് വെള്ളയാണ്. വകഫിനൂ ഫീഹാ മൗതാക്കും, ആ വെള്ള വസ്ത്രത്തിൽ തന്നെ നിങ്ങളിൽ നിന്ന് മരിച്ചവരെ നിങ്ങൾ കഫൻ ചെയ്യുകയും വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ വെള്ള, ഉറപ്പുള്ളത്, വൃത്തിയുള്ളത്, ഒരു തവണയെങ്കിലും അലക്കിയത്, അതാണ് പഴയത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. വഅഖല്ലുഹു സൗബുൻ വാഹിദുൻ യഉമ്മുൽ ബദന, കഫനിന്റെ മിനിമം രൂപം ശരീരമാസകലം മറയുന്ന ഒരൊറ്റ തുണിയാണ്. അത്രേ നിർബന്ധമുള്ളൂ. ശരീരമാസകലം മൂടുന്ന മറയുന്ന യഉമ്മുൽ ബദന, ശരീരമാസകലം മൂടുന്ന ഒറ്റ തുണി മാത്രമേ നിർബന്ധമുള്ളൂ. ഒരൊറ്റ തുണിയിൽ കഫൻ ചെയ്ത് മറവ് ചെയ്ത എത്രയെത്ര സ്വഹാബിമാർ. അതുകൊണ്ടൊന്നൊരു കുറവും വരൂലേ. ഒരു 10 തുണിയാണ്ട് കുത്തിക്കയറ്റി കൊണ്ടുപോയി കുഴിച്ചിട്ടുകൊണ്ടൊന്നും അവിടെ രക്ഷപ്പെടാൻ പോണില്ല. സ്വഹാബിമാരിൽ പ്രമുഖരായ എത്രയെത്ര സ്വഹാബിമാരെ ഒറ്റത്തുണിയിൽ കഫൻ ചെയ്തു, അങ്ങനെ തന്നെ മറവ് ചെയ്തു.
ബുഖാരിയിൽ, മുസ്ലിമിൽ, എല്ലാ ഹദീസിന്റെ കിതാബുകളിലും കാണാം. ഉദാഹരണത്തിന് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, മക്കയിലെ സമ്പന്ന കുടുംബത്തിലെ അംഗമാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. ടോപ്പ് സമ്പന്നനായിരുന്നു. മക്കയിലെ ആർഭാട ജീവിതം നയിച്ച ഒരാളായിരുന്നു. എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച, ആസ്വദിച്ച, തമാശകളിലും വിനോദങ്ങളിലും ജീവിച്ച കോടീശ്വരനായ മനുഷ്യനായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മക്കയിലെ ടോപ്പ് സമ്പന്നൻ. ഈ മഹാനായ സ്വഹാബി ഇസ്ലാമിന്റെ മെമ്പറായപ്പോ, ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ചു. അവസാനം ഉഹദ് പടപ്പറമ്പിൽ പിടഞ്ഞു മരണപ്പെട്ടപ്പോ മഹാനായ ആ സ്വഹാബിക്ക് ആകെ ബാക്കിയുള്ളത് ഒരൊറ്റ തുണി മാത്രമാണ്. ഇഷ്ടം പോലെ സ്വത്തുണ്ടായിരുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹദിൽ രക്തസാക്ഷിയായ സമയത്ത് ഒരൊറ്റ തുണി മാത്രമാണ് ബാക്കിയുള്ളത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൻ നബി വാഇലിൻ റളിയല്ലാഹു അൻഹു ഇന്ന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഖുതില യൗമ ഉഹദിൻ, ഉഹദ് ദിവസത്തിൽ കൊല്ലപ്പെട്ടു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ഈ മനുഷ്യൻ വധിക്കപ്പെട്ടപ്പോ, ഷഹീദായപ്പോ, ഫലം യകുൽ ലഹു ഇല്ലാ നബിറതൻ, ഒരൊറ്റ വസ്ത്രമാണ് ആ മഹാനുഭാവൻ ഉണ്ടായിരുന്നത്. മുമ്പൊക്കെ എണ്ണിയാൽ തീരാത്ത വസ്ത്രങ്ങൾ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ദീനിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് കയറിയപ്പോ എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹുവിന് അവകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് വഫാത്ത് ഷഹീദാകുന്ന സമയത്ത് ഒറ്റ തുണി മാത്രം ഞങ്ങൾ കഫൻ ചെയ്യാൻ വേണ്ടി അടുത്തു ചെന്നു. ശുഹദാക്കളെയൊക്കെ അങ്ങനെയാണല്ലോ കഫൻ ചെയ്യുക. അവരണിഞ്ഞ ബ്ലഡായ ആ വസ്ത്രത്തോടെ തന്നെ അവരെ കഫൻ ചെയ്യും. അങ്ങനെ കുളിപ്പിക്കാതെ നിസ്കരിക്കാതെ മറവുകയായിരിക്കും ശുഹദാക്കളെ. ഞങ്ങൾ അബൂ വാഇൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ രംഗം മിസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദായി കിടന്നിക്കുന്ന ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്നു. ഒറ്റ തുണി മാത്രമേ ഉള്ളൂ, വേറെ രണ്ടാം തുണിയില്ല. മാത്രല്ല ആ തുണി തന്നെ കഫൻ തുണിക്ക് തികയില്ല. കുന്നാ ഇദാ ഗത്തൈനാ റഅസഹു ഖറജ റിജ്ലാഹു വഇദാ ഗത്തൈനാ റിജ്ലൈഹി ഖറജ റഅസുഹു. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ തുണി എടുത്ത് ഞങ്ങൾ കഫനാക്കാൻ ശ്രമിച്ചു. തല മൂടുമ്പോ കാല് പുറത്ത്, കാല് മൂടുമ്പോ തല പുറത്ത്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. തലഭാഗത്തേക്കൊന്ന് കൂട്ടി വലിച്ചു വെക്കുമ്പോ ഖറജ റിജ്ലാഹു, കാല് രണ്ടും പുറത്ത്. കാൽ ഭാഗം മറക്കുമ്പോ ഖറജ റഅസുഹു, തല പുറത്ത്. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു, ഞങ്ങൾക്ക് പ്രയാസമായി. വേറെ തുണിയോ മറ്റുള്ള ഒരാളിൽ നിന്നും വേറൊരു തുണി കിട്ടാനുമില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടായപ്പോ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. അവിടുന്ന് ഞങ്ങൾ ഒരു പരിഹാരം പറഞ്ഞു തന്നു. സഹീഹുൽ ബുഖാരി. നിങ്ങൾ പ്രയാസപ്പെടണ്ട, ഉള്ള ആ തുണി തലഭാഗത്ത് നിങ്ങൾ നന്നായിട്ട് മറക്കുക. എന്നിട്ട് വജ്അലു അലാ റിജ്ലൈഹി ശൈഅൻ മിനൽ ഇദ്ഖരി, കുറച്ച് പുല്ലെടുത്തിട്ട് നിങ്ങൾ കാലിന്റെ ഭാഗം മറച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ഞങ്ങൾ അങ്ങനെയാണ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്തത്. ആരാണ് ഇവരൊക്കെ? ഉഹുദ് രണാങ്കണത്തിലെ അവസ്ഥയാണ് ഈ പറയുന്നത്. അഫ്ളലു ശുഹദാഇ ഫൗഖൽ അർളി ഹംസത്തു ഇബ്നു അബ്ദിൽ മുത്തലിബ്. ഈ ഭൂമുഖത്ത് ദീനിന് വേണ്ടി രക്തസാക്ഷിയായി വീണു മരിച്ച ആളുകളിൽ ഏറ്റവും ഉന്നതരായ വ്യക്തിത്വമാരാ? സയ്യിദു ശുഹദാ ആരാ? ശുഹദാക്കളുടെ ലീഡർ ആരാ? ഹംസത്തു ഇബ്നു അബ്ദിൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊച്ചാപ്പ ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ആ മനുഷ്യനെയും ഒറ്റ തുണിയിലാണ് മറവ് ചെയ്തത്. ഹദീസിൽ കാണാതെ അൻ സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മൻ സറഫൽ മുശ്രികൂന യൗമ ഉഹദിൻ, ഉഹദ് രണാങ്കണത്തിൽ നിന്ന് മുശ്രിക്കുകൾ പിരിഞ്ഞു പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവ് മാനിക്കാതെ സ്വഹാബത്ത് അവിടെ അല്പം ബോധക്കേട് കാണിച്ചു. അവര് പക്വമായ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നബിയുടെ ഉത്തരവ് അവർ കാറ്റിൽ പറത്തി. ചെറിയൊരു വീഴ്ച സ്വഹാബികൾക്ക് പറ്റി. ആ വീഴ്ച കാരണത്താൽ തന്നെ ഉഹദിൽ പരാജയമായിരുന്നു വിശ്വാസികൾക്കുണ്ടായത്. നമുക്കറിയാമല്ലോ ചരിത്രം.
ഏതായാലും മുശ്രിക്കുകളൊക്കെ രണാങ്കണം വിട്ടു പോയപ്പോ ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാഹിയ, നബി തങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ക്ഷീണിച്ചിട്ടുണ്ട്, നമുക്കറിയാം, മുൻപല്ല് പൊട്ടിയിട്ടുണ്ട്, രക്തം വന്നിട്ടുണ്ട്, പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടായല്ലോ. നബി തങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്, സ്വഹാബികളും ചുറ്റുഭാഗത്തും ഇരിപ്പുണ്ട്. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഫഅഖ്ബലത് ഇംറഅത്തുൻ തഉമ്മുൽ ഖത്ലാ. യുദ്ധമൊക്കെ ശാന്തമായി, നബി തങ്ങളും സ്വഹാബത്തും ഉഹദിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താ കാഴ്ച? ഫഅഖ്ബലത് ഇംറഅത്തുൻ തഉമ്മുൽ ഖത്ലാ. ഒരു പെണ്ണ് രക്തസാക്ഷികളുടെ അരികിലേക്ക് ഓടി വരുന്നു. ഒരു പെണ്ണ്, ആ മരണപ്പെട്ട് ഷഹീദായി കിടക്കുന്ന മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് ഒരു പെണ്ണ്, അറബി വനിത ഓടി വരുന്നു. ഈ കാഴ്ച കണ്ടപ്പോ റസൂല് പറഞ്ഞു, അൽ മർഅത്തു അൽ മർഅത്തു, ഒരു പെണ്ണത ഓടുന്നു, അവളെ പിടിക്ക്. കാരണം എന്താ? രണാങ്കണത്തിലുള്ള കാഴ്ച ഭീകര കാഴ്ചയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പിച്ചി ചീന്തിയാണ് ശത്രുക്കൾ രണഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ളത്. മൂക്കും ചെവിയുമെല്ലാം മറുത്തെടുത്തിട്ടുണ്ട്, ചെത്തിയെടുത്തിട്ടുണ്ട്, വളരെ മൃഗീയമായ കശാപ്പ് നടത്തിയിട്ടുണ്ട്. ഈ രംഗം ആ പെണ്ണ് കണ്ടാൽ അവൾ മാറത്തടിച്ച് നിലവിളിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു സ്ത്രീ മനസ്സിനത് നോക്കിക്കാണാനുള്ള കരുത്തുണ്ടാവില്ല. അതുകൊണ്ട് സ്വഹാബത്തെ അൽ മർഅത്തു അൽ മർഅത്തു, ആ പെണ്ണ് ഓടിപ്പോകുന്നത് ശുഹദാക്കളുടെ അരികിലേക്കാണ്. ആ കാഴ്ച കാണാൻ ആ പെണ്ണിന് മനക്കരുത്തുണ്ടാവൂല, തടയൂ എന്ന് ഞങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആജ്ഞ കേട്ടപ്പോ ഞാൻ ഇറങ്ങി ഓടി ആ പെണ്ണിനെ തടയാൻ. ഫലമ്മാ തവസ്സംതുഹ, പെണ്ണിന്റെ അടുത്തെത്തിയപ്പോ ഇദൻ ഹിയ ഉമ്മീ സഫിയ, അതെന്റെ ഉമ്മ സഫിയായിരുന്നു. എന്റെ ഉമ്മ സഫിയ ആരാ? രക്തസാക്ഷിയായി കിടക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പെങ്ങളാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് എന്റെ ഉമ്മ. ആ ഉമ്മയാണ് ഈ ഓടുന്നത്. ഞാൻ പറഞ്ഞു, യാ ഉമ്മ ഇർജിഇ, ഉമ്മ മടങ്ങിപ്പോണം, ഉമ്മ മടങ്ങിപ്പോണം, അങ്ങോട്ട് പോകരുത് ഉമ്മ. ഇത് കേൾക്കേണ്ട താമസം. എന്റെ ഉമ്മ എന്റെ നെഞ്ചിനെ പിടിച്ചിട്ട് എന്നെ തള്ളിയിട്ട് പറഞ്ഞു, ലാ അർലക്, നിന്നോട് ഞാൻ ഇഷ്ടപ്പെടൂല, മാറടാ ഇവിടുന്ന് എന്നും പറഞ്ഞിട്ട് ഉമ്മ മുന്നോട്ട് തന്നെ. ഉമ്മ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, യാ ഉമ്മ ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅസിമു അലൈകി. ഞാൻ പറയുന്നതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ, അങ്ങോട്ട് നിങ്ങൾ വിടരുത് എന്ന്. ഇത് കേട്ടപ്പോ എന്റെ ഉമ്മ ഫഅഅതനി സൗബൈനി, എന്റെ കയ്യിലേക്ക് 2 തുണികൾ വെച്ച് തന്നിട്ട് പറഞ്ഞു, കഫിനു ഫീ ഹാദൈനി അഖീ, എന്റെ പൊന്നോ സഹോദരൻ, എന്റെ പൊന്നാങ്ങള ഈ പടപ്പറമ്പിൽ പിടഞ്ഞു മരിച്ചു എന്ന വാർത്ത ഞാൻ കേട്ടു. അവനെ കഫൻ ചെയ്യാനുള്ള തുണി എന്റെ വീട്ടിലുണ്ടായിരുന്ന 2 തുണികൾ, ആ തുണികളും കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് കഫിനു ഫീ ഹാദൈനി അഖീ, മോനെ നിന്റെ മാമായെ, എന്റെ സഹോദരൻ, എന്റെ പൊന്നിക്കായെ ഈ 2 തുണിയിൽ നിങ്ങൾ കഫൻ ചെയ്യണമെന്നും പറഞ്ഞിട്ട് എന്റെ ഉമ്മ ആ തുണി എന്നെ ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോയി. ഈ 2 തുണിയും കൊണ്ട് ഞങ്ങൾ ശുഹദാക്കളുടെ അരികിലേക്ക് പോയി ഹംസ റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാൻ. അടുത്തെത്തി ഫവജദ്നാ ഇലാ ജംബി ഹംസ റജുലൻ മിനൽ അൻസാർ ലൈസ ലഹു കഫനുൻ. പെങ്ങള് കൊണ്ടുവന്ന് കൊടുത്ത 2 തുണിയും കൊണ്ട് ഹംസ റളിയല്ലാഹുവിന്റെ അരികിലെത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താ? ഫവജദ്നാ ഇലാ ജംബി ഹംസത റജുലൻ മിനൽ അൻസാർ, മദീനക്കാരനായ അൻസാരിയായ ഒരു സഹാബി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത് തന്നെ ഷഹീദായി കിടക്കുന്നുണ്ട്. ലൈസ ലഹു കഫനുൻ, അദ്ദേഹത്തിനും കഫനില്ല. മാത്രമല്ല ഖദ് ഫുഇല ബിഹി കമാ ഫുഇല ബി ഹംസ, ഹംസയെ എങ്ങനെയാണോ കൊന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ അൻസാരിയെയും കൊന്നിരിക്കുന്നത്. ക്രൂരമായ മൃഗീയമായ കശാപ്പാണ് ഈ അൻസാരിയെയും നടത്തിയിട്ടുള്ളത്. ഈ കാഴ്ച കണ്ടു. ഫവജദ്നാ ഫീ അൻഫുസിനാ ഗലാലതൻ, ഞങ്ങളെ മനസ്സിൽ വല്ലാത്ത പ്രയാസായി. എന്ത്? ഹംസ റളിയല്ലാഹു അൻഹുവിനെ 2 തുണിയിൽ കഫൻ ചെയ്തിട്ട് ഈ അൻസാരിക്ക് 1 തുണി പോലും കൊടുക്കാതെ, 1 തുണി പോലും ഉപയോഗപ്പെടുത്താതെ 2ഉം ഹംസ റളിയല്ലാഹു അൻഹുവിനെ പൊതിയാൻ ഉപയോഗപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് ലജ്ജ തോന്നി, പ്രയാസം തോന്നി, മനപ്രയാസം തോന്നി. വഖുല്ല, ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. എന്താ തീരുമാനം? ലിൽ ഹംസത്തി സൗബുൻ വലിൽ അൻസ്വാരി സൗബുൻ. 2 തുണി ഉണ്ടല്ലോ ഇപ്പൊ പെങ്ങള് കൊണ്ടുവന്നത്.
അത് സംഗതി ഹംസ റളിയല്ലാഹു അൻഹുവിന് അവകാശപ്പെട്ടതാണെങ്കിലും ഒരു തുണി നമുക്ക് ഹംസയെ കഫനാക്കാം, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കഫനാക്കാം, മറ്റേ തുണി അൻസ്വാരിയായ സ്വഹാബിക്കും കഫനാക്കാം എന്ന് തീരുമാനിച്ചു ഞങ്ങൾ. സുബൈർ റളിയല്ലാഹു അൻഹു പറയാൻ തീരുമാനിച്ച് ഞങ്ങൾ സുബ്ഹാനല്ലാഹ് 2 തുണികളും ഞങ്ങൾ വിടർത്തി നിവർത്തി നോക്കിയപ്പോ അതിലൊരു തുണി ചെറുതാണ്, വീതിയും വലിപ്പവും കുറഞ്ഞതാണ്, മറ്റേ തുണി വലുതാണ്, നല്ല തുണിയാണ്. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ഇതേതായാലും പെങ്ങള് ഹംസക്ക് കൊണ്ടുവന്നാണല്ലോ, അതുകൊണ്ട് വലുത് ഹംസ റളിയല്ലാഹു അൻഹു കൊടുക്കുക എന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല. ഞങ്ങൾ നീതിയുടെ വക്താക്കളാണ്, ഞങ്ങൾക്ക് നീതിയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഞങ്ങൾ നീതിയോടെയാണ് ജീവിക്കുന്നത്. ഒരു കാരണവശാലും അവകാശം ന്യായം പറഞ്ഞുകൊണ്ട് കൂടുതൽ നൽകാൻ നമുക്ക് ന്യായമില്ല. നീതിശാസ്ത്രത്തിൽ അതിന് വകുപ്പില്ല. അവരെന്ത് ചെയ്തു അറിയോ? നല്ല വസ്ത്രം ആർക്ക് കൊടുക്കണമെന്ന വിഷയത്തിൽ ഞങ്ങൾ നറുക്കിട്ടു. ആർക്കാണോ നല്ല തുണിക്ക് നറുക്ക് വീണത് ആ മനുഷ്യന് നല്ല തുണി കൊടുത്തു. അവിടെ അവകാശം ഞങ്ങൾ വകവെച്ചു കൊടുത്തില്ല. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒരൊറ്റ തുണിയിലാണ് കഫൻ ചെയ്തത്. ഒന്നു മതി. ഇത് ഓർത്തു. ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ ബുഖാരിയിലുള്ള ഹദീസാണ്. സ്വഹാബിമാര് ഇവരൊക്കെ കാലം കഴിഞ്ഞിട്ട് ഇത് ഓർത്ത് എത്ര കരഞ്ഞു അറിയോ? ഇതൊന്നിപ്പോ നമുക്ക് കേട്ടാൽ ഒരു ഭീഷണിയായി തോന്നുന്നില്ല, ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ നമുക്ക്. മഹാനായ പ്രമുഖ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വർഗത്തിന് ടിക്കറ്റ് കിട്ടിയ സ്വഹാബിയാണ്. ആ സ്വഹാബി ഒരിക്കൽ ഉത്തിയ ബിത്വാമിഹി യൗമാ, വീട്ടുകാര് മുന്നിലേക്ക് നാസ്ത കൊണ്ടുവച്ചു കൊടുത്തു, പ്രാതൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു ആ സ്വഹാബിയുടെ മുന്നിലേക്ക്. അപ്പോഴാണ് ഈ ഉഹുദിലെ രംഗം അങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. ഭക്ഷണം, നല്ല വിശപ്പുണ്ട്. വിശന്ന സമയത്ത് നമുക്കറിയാലോ, പ്രഭാത സമയത്ത് നല്ല വിശപ്പുണ്ടാവുമല്ലോ. ഈ വിശപ്പുള്ള സമയത്ത് വീട്ടുകാര് പ്രാതൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തപ്പോ ആ ഭക്ഷണപാത്രം മുന്നിൽ നിന്ന് നീക്കി വെച്ചിട്ട് പറഞ്ഞു, ഖുതില മിസ്അബ് ഇബ്നു ഉമൈർ വകാന ഖൈറൻ മിന്നി ഫലം യൂജദ് ലഹു മാ യുകഫനു ഫീഹി ഇല്ലാ ബുർദത്തുൻ. മുന്നിൽ വന്ന ഭക്ഷണപാത്രം നീക്കി വെച്ചിട്ട് പറഞ്ഞു, മിസ്അബ് ഇബ്നു ഉമൈർ വകാന ഖൈറൻ മിന്നി, എന്നെക്കാൾ നല്ല മനുഷ്യനായിരുന്നു, കോടീശ്വരനായ മനുഷ്യനായിരുന്നു, ഇഷ്ടം പോലെ സമ്പത്തുള്ള ആളായിരുന്നു. എന്നിട്ടോ ചെയ്തായിട്ട് ഒരൊറ്റ തുണി മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. വേറെ കഫൻ ചെയ്യാൻ തുണി കിട്ടിയില്ല. വഖുതില ഹംസത്തു ഇബ്നു അബ്ദിൽ മുത്തലിബ്, മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ശഹീദായി. വകാന ഖൈറൻ മിന്നി, എന്നെക്കാൾ ഉത്തമരായവരാണ് ഹംസ. ഫലം യൂജദ് ലഹു മാ യുകഫനു ഫീഹി ഇല്ലാ ബുർദത്തുൻ, ആ മഹാനെയും കഫൻ ചെയ്യാൻ ഒരു തുണിയെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ലഖദ് ഖശീതു ഖദ് ഉജ്ജിലത് ലനാ ത്വയ്യിബാതുനാ ഫീ ഹയാത്തിദ് ദുനിയാ, നമ്മൾ വല്ലതും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം മുഴുവൻ ഈ ലോകത്ത് വെച്ച് തന്നെ ആസ്വദിച്ച് നിർഭാഗ്യവാന്മാരായി പോകുന്ന അവസ്ഥ ഞാൻ ഭയക്കുന്നു. നമ്മൾ വല്ല നന്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തിന്നും കുടിച്ചിട്ടു ആ സുഖം കഴിഞ്ഞാല് ഇവരൊക്കെ പോയോടുക്കാൻ നമുക്ക് പോവാനുള്ളത്. പഠിച്ചോനെ, നമ്മളൊക്കെ അവരെ അടുത്തെത്തിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ കാരുണ്യമല്ലാതെ, അവന്റെ മാപ്പല്ലാതെ എന്താ സഹോദരന്മാരെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? അള്ളാഹു നമ്മോട് മാപ്പാക്കുമാറാകട്ടെ. ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സുമ്മ ജഅല യബ്കി ഹത്താ തറക തഅം, എനിക്കിപ്പോ ഭക്ഷണം വേണ്ടാന്നും പറഞ്ഞിട്ട് വിതുമ്പി അങ്ങോട്ട് കരയാൻ തുടങ്ങി ഈ രംഗോർത്തിട്ട്. അപ്പൊ ഒരു തുണി മതി, ഇതാ നിർബന്ധമുള്ളൂ. എന്നാലും അതൊക്കെ ഇല്ലാത്തത് കൊണ്ടായിരുന്നു കേട്ടോ, നമുക്കുണ്ട്. അതുകൊണ്ട് പരിപൂർണ രൂപം ഒന്ന് ഓടിച്ച് പറയാം, അതിനുള്ള സമയമുള്ളൂ. പെട്ടെന്ന് മനസ്സിലാക്കുക. ഇന്ന് കഫൻ ചെയ്യുന്ന പണി പൂർത്തിയാക്കണം, എന്നാലേ നമുക്ക് അടുത്ത ആഴ്ച കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിന്റെ പൂർണ്ണമായ രൂപം വൽ അഫ്ളലു ലിർറജുലി സലാസത്തുൻ, പുരുഷന് ഉത്തമം ശ്രേഷ്ഠമായ രൂപം 3 ആകെ മൂടുന്ന വസ്ത്രങ്ങളാണ്. ഇതാണ് പുരുഷൻ അഫ്ളല്. വേണമെങ്കിൽ 4മതൊരു വസ്ത്രവും 5മതൊരു വസ്ത്രവും ഉപയോഗിക്കാം. അതെന്താ? ഒരു കമീസ്, ഒരു തലപ്പാവ്. ഇതിപ്പോ ഇവിടെ ആ ഒരു കൾച്ചർ ഇല്ല. നീളം കുപ്പായും കമീസും തലയെ കെട്ടുന്ന ഇവിടെ ഒരു വസ്ത്രരീതിയല്ല. അതുകൊണ്ട് ഇവിടെ അത് ആവശ്യമില്ല. പ്രത്യേകിച്ച് കടക്കുള്ള ആളാണ് മരിച്ചതെങ്കിൽ കടക്കാർക്ക് അത് തടയാനുള്ള അധികാരമുണ്ട്. അങ്ങനെ തലയെ കെട്ടൊന്നും ഇപ്പൊ പുള്ളിക്ക് വേണ്ട, അതിന്റെ കാശും കൂടി കടത്തിലേക്ക് വീട്ടിയേക്കും എന്ന് പറഞ്ഞാൽ ഹറാമാണ് പിന്നെ അത് ഉപയോഗപ്പെടുത്തുന്നത്.
അപ്പൊ ഈ 3 മതി. കാരണം എന്താ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ബുഖാരിയിൽ കാണാം, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുഫിന ഫീ സലാസത്തി അസ്വാബിൻ, നബിയെ കഫൻ ചെയ്തത് 3 തുണിയിലാണ്, ആകെ മൂടുന്ന 3 വസ്ത്രങ്ങളിൽ. യമാനിയത്തിൻ, യമനിൽ ഉണ്ടാക്കിയ, മേഡിയൻ യമനിൽ നിർമ്മിക്കപ്പെട്ട ബീലിൻ, വെളുത്ത, മിൻ കുർസുഫിൻ, കോട്ടൺ നിർമ്മിതമായ, കോട്ടൺ കൊണ്ട് നിർമ്മിക്കപ്പെട്ട യമനിലുണ്ടാക്കിയ 3 വെള്ള തുണികളിലാണ് നബി തങ്ങളെ കഫൻ ചെയ്തത്. ലൈസ ഫീഹിന്ന ഖമീസുൻ വലാ ഇമാമത്തുൻ, നബി തങ്ങളെ കഫൻ ചെയ്തപ്പോൾ അവിടെ ഖമീസോ തലപ്പാവോ ഉണ്ടായിരുന്നില്ല. ബുഖാരി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പൊ 5 അനുവദനീയമാണെന്നുള്ളതിന്റെ തെളിവെന്താ? ലി അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ കഫന ഇബ്നൻ ലഹു ഫീ 5 അസ്വാബിൻ, ഒരു മകൻ മരിച്ചപ്പോ ഇങ്ങനെ 5 വസ്ത്രത്തിൽ കഫൻ ചെയ്തതായി ഇമാം ബൈഹഖിയും മറ്റ് ധാരാളം മുഹദ്ദിസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടത് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തടയേണ്ട, അനുവദനീയമാണ് മാത്രം എന്ന് മനസ്സിലാക്കുക. 3 ആകെ മൂടുന്ന വസ്ത്രം. വലഹ, പെണ്ണിന്, ഇപ്പൊ പുരുഷൻ എത്ര വസ്ത്രമാണ്? ആകെ മൂടുന്ന 3 തുണികൾ. ഇതാണ് അഫ്ളല്. വലഹ, പെണ്ണിന് അഫ്ളല് 5 വസ്ത്രം. പുരുഷന് 3, പെണ്ണിന് 5. പെണ്ണിന്റെ 5 ഏതൊക്കെയാണ്? ഇസാറുൻ, ഒരു അരയുടുപ്പ്. പിന്നെ വ ഖമീസുൻ, ഒരു നമസ്കാര കുപ്പായം. വ ഖിമാറുൻ, ഒരു മുഖമക്കന. വ ലഫാഫത്താനി, 2 ആകെ മൂടുന്ന വസ്ത്രങ്ങൾ. പുരുഷന് ഉത്തമം ആകെ മൂടുന്ന 3 വസ്ത്രം. പെണ്ണിനോ മൊത്തം 5 വസ്ത്രം. 5 ഏതൊക്കെ? ഒരു അരയുടുപ്പ്, ഒരു നീളം കുപ്പായം, ഒരു മുഖമക്കന, 2 ആകെ മൂടുന്ന വസ്ത്രങ്ങൾ. ഇങ്ങനെ 5 എണ്ണം. ഇങ്ങനെയാണ് ഉത്തമം. പെണ്ണിന് 5 ഉത്തമം. ഹദീസിൽ കാണാം, لأن النبي صلى الله عليه وسلم كفن فيها ابنته أم كلثوم رضي الله عنها. പ്രവാചക പുത്രി ഉമ്മു കുൽസൂം ബീവി വഫാത്തായപ്പോ നബി തങ്ങൾ ഇങ്ങനെ 5 വസ്ത്രത്തിലാണ് കഫൻ ചെയ്തത്. ലൈല റളിയല്ലാഹു അൻഹ, സ്വഹാബി വനിതയാണ്, പറയുന്നു, പ്രവാചക പുത്രി ഉമ്മു കുൽസൂം മരിച്ചപ്പോഴും പിന്നെ കുളിപ്പിച്ചപ്പോഴും കഫൻ ചെയ്തപ്പോഴൊക്കെ അതിന് പങ്കെടുത്തുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു. ലൈല പറയാണ്, ഞാൻ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസുൻ ഇൻദൽ ബാബ്, നബി തങ്ങൾ ഞങ്ങൾ കുളിപ്പിക്കുന്നതിന്റെ ആ റൂമിന്റെ വാതിലിന്റെ ഇപ്പുറത്ത് ഇരിക്കുകയാണ്, ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ട്. വമഅഹു കഫനുഹ, കയ്യിൽ കഫൻ തുണി പിടിച്ചിട്ട് ഉപ്പ് അങ്ങനെ ഇരിക്കുകയാണ്, മുകളിലുള്ള കഫൻ തുണി പിടിച്ചിട്ട് ഇരിക്കുക. ആദ്യമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചത് ഇസാർ, അരയുടുപ്പ് തന്നു. കുളി കഴിഞ്ഞു നബിയേ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അരയുടുപ്പ് തന്നു. ഞങ്ങൾ അത് അണിയിച്ചപ്പോ പിന്നെ ഞങ്ങൾക്ക് ഖമീസ് തന്നു, നീളം കുപ്പായം തന്നു. അത് അണിയിച്ചപ്പോ പിന്നെ ഖിമാർ തന്നു, മുഖമക്കന കൊടുത്തു. സുമ്മ ലഫാഫത്താനി, പിന്നെ ആകെ മൂടുന്ന 2 തുണിയും കൊടുത്തു. ഇങ്ങനെയാണ് ഉമ്മു കുൽസൂമിനെ ഞങ്ങൾ കഫൻ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇപ്പൊ എന്ത് വേണം? ആണിനും പെണ്ണിനുള്ള വസ്ത്രം പറഞ്ഞല്ലോ. ഈ വസ്ത്രങ്ങളൊക്കെ ഉലുവാൻ, കുന്തിരിക്കം പോലത്തെ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നന്നായി പുകയിപ്പിക്കുക. നന്നായി പുകയിപ്പിച്ചിട്ട് ആദ്യം മയ്യത്ത് കുളി അവിടെ നടക്കുമ്പോൾ കുളിപ്പിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് നന്നായിട്ട് പുകയിപ്പിച്ച് വയുബ്സത്തു അഹ്സനുൽ ലഫാഇഫി വ ഔസഉഹ, ഏറ്റവും നല്ല തുണി താഴെ വിരിക്കുക. മുൻകൂട്ടി നേരത്തെ ചിലപ്പോൾ 20 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയപ്പോൾ അന്ന് ഉപയോഗിച്ച മുണ്ട് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതൊരിക്കലും താഴെ വിരിക്കരുത്, ഉറപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് അതിൽ ഉറപ്പ് കൂടിയത് നല്ലത് താഴെ വിരിക്കുക. വിരിക്കുന്നതിന്റെ മുമ്പ് നന്നായിട്ട് പുകയിപ്പിക്കുക. പുകയിപ്പിച്ചിട്ട് നല്ലത് താഴെ വിരിക്കുക, പിന്നുള്ളത് മുകളിൽ വിരിക്കുക. അങ്ങനെ 3 എണ്ണവും വിരിക്കുക. ഓരോന്നിലും വയുജഅലു ഫീ കുല്ലി വാഹിദത്തിൻ ഹനൂത്തുൻ വ കാഫൂറുൻ, ഓരോ തുണികളിലും നന്നായി അത്തർ പൂശുക. അത് മയ്യത്തിന് കഫൻ തുണിയിൽ പുരട്ടാനെന്ന് പറഞ്ഞിട്ട് ഒരു മജ്മു അത്തറുണ്ട്, ഒരു മണവുമില്ല, ഒരു സാധനമില്ല, അതല്ല ഉപയോഗിക്കുന്നത്. നല്ല പെർഫ്യൂം. മയ്യത്തിന് ഏറ്റവും മോശം, വില കുറഞ്ഞത്, അല്ലെങ്കിൽ അതിനൊരു മജ്മു, സാമ്പാറും ഇന്നലെ അത്തർ, അങ്ങനെയല്ല, നല്ല കൂടിയ അത്തർ തന്നെ ഉപയോഗിക്കുക. ആൽക്കഹോൾ ഉള്ളത് ഒഴിവാക്കുക, കാരണം അത് നജസുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞത് കൊണ്ട് അതില്ലാത്ത അത്തർ, നല്ല അത്തർ ഇതിൽ പുരട്ടിയിട്ട് ഇതൊക്കെ നിവർത്തി വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? പുകയിപ്പിച്ച നന്നായി സുഗന്ധം പുരട്ടിയ ഈ തുണികൾ നിവർത്തി വിരിച്ചിട്ട് വയൂളഉൽ മയ്യിത്തു ഫൗഖഹ മുസ്തൽഖിയ, മയ്യിത്തിനെ ഈ തുണികളുടെ മുകളിൽ മലർത്തി കിടത്തുക. മലർത്തി കിടത്തുമ്പോഴും നേരത്തെ പറഞ്ഞ നിയമം ബാധകമാണ്. നഗ്നനായി കിടത്തരുത്, വിവസ്ത്രരായി കിടത്തരുത്, മേലെ മുണ്ടിട്ടിട്ട് കൊണ്ടുവന്ന് കിടത്തുക. കിടത്തിയിട്ട് പിന്നെ ചെയ്യേണ്ടത് വയുജഅലു അലാ മനാഫിദി ബദനിഹി ഖുത്നുൻ, വയുജഅലു അലാ മനാഫിദി ബദനിഹി ഖുത്നുൻ, ശരീരത്തിലുള്ള എല്ലാ ദ്വാരങ്ങളിലും
സുഗന്ധം പുരട്ടിയ പഞ്ഞി കയറ്റി വെക്കുക. ശരീരത്തിൽ എത്ര ദ്വാരമുണ്ട്? 9 ദ്വാരങ്ങളുണ്ട്. 2 കണ്ണുകൾ, 2 മൂക്കിൻ ദ്വാരങ്ങൾ, 2 ചെവിയുടെ ദ്വാരങ്ങൾ. ഇപ്പം എത്രയായി? 6ആയി. പിന്നെ വായ എത്രയായി? 7ആയി. മുൻദ്വാരം, പിൻദ്വാരം. അപ്പം എത്രയായി? 9 എണ്ണായി. ഈ 9 ദ്വാരങ്ങളിലും സുഗന്ധം പുരട്ടിയ പഞ്ഞി കയറ്റിവെക്കുക. സുഗന്ധം പുരട്ടിയ പഞ്ഞി കയറ്റിവെക്കുക. അതുപോലെ തന്നെ സുജൂദി, സുജൂദിന്റെ അവയവങ്ങളിലും പഞ്ഞി വെക്കുക. എത്രയാ സുജൂദിന്റെ അവയവങ്ങൾ? ഹദീസിൽ കാണാം, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അത്തി അഅ്ദുമിൻ, 7 അവയവങ്ങളുടെ മേൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഹദീസിൽ കാണാം. ഏതാ ഈ 7 അവയവം? നെറ്റി 1, മൂക്ക് നിർബന്ധമല്ല, മൂക്ക് സുജൂദിന്റെ സമയത്ത് നിലത്ത് തട്ടിക്കൽ സുന്നത്തുള്ളൂ. നെറ്റി 1, 2 കൈവെള്ളകൾ 3ആയി, 2 കാൽമുട്ടുകൾ എത്രയായി? 5ആയി, 2 കാലിന്റെ വിരലുകളുടെ പള്ളകൾ എത്രയായി? 7ആയി. ഈ 7 അവയവങ്ങളിലും പഞ്ഞി വെക്കുക. പഞ്ഞി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് യുഷദ്ദു അല്യാഹു, ഒരു വീതിയുള്ള ശീലകഷ്ണം കൊണ്ട് ചന്തി കെട്ടിക്കൊടുക്കുക. നിക്കറോ ഡ്രോയറോ ഷെഡ്ഡി ഒന്നും ഇട്ട് കൊടുക്കണ്ട, ഒരു ശീല കൊണ്ട് ആ ഭാഗം കെട്ടിക്കൊടുക്കുക. സ്ത്രീ ആണെങ്കിൽ അവളുടെ മാറിടത്തിന്റെ ഭാഗത്തൊരു ശീല കൊണ്ട് കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ എന്താ, കഫൻ ചെയ്താലും അതിങ്ങനെ ആടി ഉലയാൻ ഇടയുള്ളത് കൊണ്ട് അതൊക്കെ ഒരു അഴിബാണല്ലോ, ഒരു ന്യൂനതയാണല്ലോ ആളുകൾ കാണുന്നത്. അതില്ലാതിരിക്കാൻ വേണ്ടി കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ മടക്കലാണ് കഫൻ തുണി. ഈ മടക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകലുണ്ട്. അങ്ങോട്ട് ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ബഹളമൊക്കെ കാണാറുണ്ട്. ഇസ്ലാം വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് മടക്കുക എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പണിയൊക്കെ കഴിഞ്ഞാൽ കിടത്തിയിട്ട് പഞ്ഞി വെക്കാനുള്ള ഭാഗത്തൊക്കെ പഞ്ഞി വെച്ചിട്ട് ഈ ഭാഗം ബാക്ക് സീറ്റ് പിടിച്ച് കെട്ടിയിട്ട്, പെണ്ണാണെങ്കിൽ മാറിടവും കെട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? ഇതൊക്കെ മുകളിലൊരു മറട്ടിട്ട് മുകളിലൂടെ കൈയിട്ട് ചെയ്താൽ മതി. തുറന്ന് പ്രദർശിപ്പിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കഫൻ തുണികൾ മടക്കുകയാണ്. എങ്ങനെയാണ് മടക്കേണ്ടത്? ആദ്യം ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് മടക്കുക. ആദ്യം ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് മടക്കുക. പിന്നെ വലതുഭാഗത്ത് നിന്നെടുത്തിട്ട് ഇടതുഭാഗത്തേക്കും മടക്കുക. 1. രണ്ടാമത്തേത് 3ഉം കൂടെ പിടിച്ചിട്ട് അങ്ങനെ മടക്കരുത്. 1 എടുത്ത് ടൈറ്റായിട്ട് മടക്കുക. പിന്നെ 2ാമത്തേത് എടുത്തിട്ട് മടക്കുക. ആദ്യം ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക്, പിന്നെ വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തേക്ക്. ഫുഖഹാവ് പറയുന്നു, കമാ യൽബസുൽ ഹയ്യു അൽ ഇസാറ, ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ തുണി എടുക്കുന്ന മാതിരി. ഇന്നിപ്പോ ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ എങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ ആരും തപ്പുണ്ടാകാൻ ഇവിടെ ശരിയാക്കാൻ പറ്റില്ല. അത് ഉസ്താദെ അത് അങ്ങനെ ചെറുപ്പത്തിൽ ശീലിച്ചു. ആദ്യം നേരെ ഓപ്പോസിറ്റ്. ആദ്യം എങ്ങനെ വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തേക്കും പിന്നെ ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്കും എടുക്കുന്ന ഒരു ശീലമാണ്. അതുകൊണ്ട് അത് ശീലിച്ചു പോയി. എന്ത് ശീലം? തിരിച്ചിപ്പോ ഇസ്ലാം സുന്നത്താക്കിയ ആ രൂപത്തിലൊന്നും മുണ്ടെടുത്തോക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊരു ശീലാവും. കമാ യൽബസുൽ ഹയ്യു അൽ ഇസാറ, ജീവിച്ചിരിക്കുന്ന ആളുകൾ മുണ്ടെടുക്കേണ്ട രീതിയിൽ. അതെങ്ങനെ? ഇടതുഭാഗത്ത് നിന്ന് മുണ്ടിങ്ങനെ പിടിച്ചിട്ട് ആദ്യം ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക്, പിന്നെ വലതുഭാഗത്ത് നിന്ന് ഇടതുഭാഗത്തേക്കും മടക്കിയെടുക്കുക. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇങ്ങനെ കഴിഞ്ഞാൽ തലഭാഗത്തും കാൽഭാഗത്തുമുള്ള മുണ്ടുണ്ടല്ലോ അത് പിടിച്ച് കെട്ടുക, നടുവിലൊരു കെട്ട്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് തലഭാഗത്തുള്ള തുണി കുറച്ച് കൂടുതലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി എന്ത് വേണം? മയ്യത്തിനെ കിടത്തുമ്പോൾ തന്നെ തലഭാഗത്ത് കുറച്ച് കടന്നു നിൽക്കുന്ന രീതിയിൽ കിടത്തുക. അങ്ങനെ കിടത്തിയ തലഭാഗത്തുള്ള ബാക്കിയുള്ള മുണ്ട് കുറച്ച് കൂടുതലുണ്ടാകും. അത് സുന്നത്താണ്. അതുകൊണ്ട് തലഭാഗത്തുള്ള തുണി കുറച്ച് കൂടുതലാക്കിക്കൊണ്ട് കെട്ടുക, നടുവിലൊരു കെട്ട്, കാൽഭാഗത്തും കെട്ടുക. ഈ കെട്ടെല്ലാം മയ്യിത്ത് ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പുറത്തുള്ള കെട്ടുകളെല്ലാം അഴിച്ചിട്ട് കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, മുഹരിമാണ് മരിച്ചതെങ്കിൽ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത അവസ്ഥയിൽ അവിടെ വെച്ചാരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കഫൻ തുണികളിൽ കെട്ടുപാടില്ല. കഫൻ തുണി വെക്കാനേ പാടുള്ളൂ, കെട്ടാൻ പാടില്ല. മാത്രമല്ല ആ മുഹരിമായ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ സോപ്പ്, സുഗന്ധങ്ങൾ ഉപയോഗിക്കാനും പാടില്ല. കഫൻ ചെയ്യുമ്പോൾ പുരുഷന്റെ തല മറക്കാൻ പാടില്ല, സ്ത്രീയുടെ മുഖവും മറക്കാൻ പാടില്ല. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ പുന്നാര നബിയോടൊന്നിച്ച് ഹജ്ജ് ചെയ്യുന്ന ഒരു ദിവസം അറഫയിൽ വെച്ച് ഒരു ഹാജിയായ സ്വഹാബി ഒട്ടകപ്പുറത്ത് നിന്ന്, വാഹനപ്പുറത്ത് നിന്ന് വീണു മരിച്ചു. അറഫയിൽ ഒരു ഹാജിയാര് നബിയോടൊപ്പം ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്ന അക്കാലത്ത് വാഹനപ്പുറത്ത് നിന്ന് താഴെ വീണു മരിച്ചു.
ഫദക്കറ ദാലിക ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് പോയിട്ട് ഞങ്ങൾ വിവരം പറഞ്ഞു, നമ്മുടെ ഒരു സഹോദരൻ അറഫയിൽ വെച്ചിട്ട് വാഹനപ്പുറത്ത് നിന്ന് വീണ് അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട് നബിയെ. ഇത് കേൾക്കേണ്ട താമസം നബി തങ്ങൾ പറഞ്ഞു, ഇഗ്സിലൂഹു ബിമാഇൻ വസിദ്രിൻ വകഫിനൂ ഫീ സൗബൈനി വലാ തുഖമ്മിറൂ റഅസഹു. നിങ്ങൾ ആ മനുഷ്യനെ താളിയും വെള്ളവും ഉപയോഗിച്ച് കുളിപ്പിക്കുക, കർപ്പൂരം ഉപയോഗിക്കരുത്, സുഗന്ധം വേണ്ട. 2 തുണിയിൽ, ഇപ്പൊ ഏത് തുണിയാണോ എടുത്തിട്ടുള്ളത് 2 മുണ്ടാണല്ലോ ഉണ്ടാവുക, ആ തുണിയിൽ തന്നെ ആ സഹോദരനെ കഫൻ ചെയ്യുക. വലാ തുഖമ്മിറൂ റഅസഹു, കഫൻ ചെയ്യുമ്പോൾ ആ സഹോദരന്റെ തല മറക്കരുത്. എന്തുകൊണ്ട് ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ. ആ സഹോദരൻ ഖിയാമത്ത് നാളിൽ മഹ്ശറ വൻസഭയിലേക്ക് കടന്നു വരുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് ഉറക്കെ ഉരുവിട്ടുകൊണ്ടായിരിക്കും ആ സഹോദരൻ വരിക. അതുകൊണ്ട് ആ മനുഷ്യന്റെ തല നിങ്ങൾ മറക്കരുത്. അദ്ദേഹം മുഹരിമായി കൊണ്ട് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്ത അവസ്ഥയിൽ തന്നെയായിരിക്കും ഖിയാമത്ത് നാളിൽ കടന്നു വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് മുമ്പൊരിക്കൽ ഹാജിയുടെ കേസ് പറഞ്ഞപ്പോ ഹജ്ജ് ചെയ്തു വന്നവർക്കൊക്കെ ഈ നിയമമാണോ എന്ന് ഒരാൾ ചോദിച്ചു. അല്ല, ബിൽഫിഅൽ ഹാജി, ബിൽഖുവ ഹാജി അല്ല, അതുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന മനുഷ്യനെ കഫൻ ചെയ്യുമ്പോഴാണ് ഈ നിയമം. വേറെ റമളാനിൽ മരിച്ചാലും ഈ പറഞ്ഞ കാര്യങ്ങൾ, സുഗന്ധത്തിന്റെ കാര്യമൊക്കെ, മയ്യത്തിന് സുഗന്ധം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അതുകൊണ്ട് റമളാനിൽ മരിച്ചാലും നോമ്പ് കാലത്ത് മരിച്ചാലും നന്നായി സുഗന്ധം ഉപയോഗിക്കണം. ഇപ്പൊ കഫൻ ചെയ്തു, ഇതിൽ വിട്ടുപോയിട്ടില്ല എന്നതാണ് എൻ്റെ വിശ്വാസം. കഫൻ ചെയ്തു, ഇനി കൊണ്ടുപോകലും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. പിന്നെ നമസ്കാരം കൂടുതലൊന്നും പഠിക്കാനില്ല, ഒരു 3 മിനിറ്റ് ശ്രദ്ധിച്ചാൽ പഠിക്കാവുന്നതുള്ളൂ. ഇപ്പോൾ പല ആളുകളുടെയും ഉമ്മ മരിക്കുമ്പോൾ ഉസ്താദെ ആ മയ്യത്ത് നിസ്കാരം ചെയ്യലൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പോൾ ഒരു വേജാറൊന്നുമില്ല, അറിയില്ലേ, ചെയ്യലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മുന്നിൽ ഒരാൾ താളം കാണിക്കുമ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ, ഇവിടെ പേക്കാനൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കുക, വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ അപ്പം ഒന്ന് ഉണർന്നാൽ പോരാ, അതൊന്ന് പഠിച്ചിട്ട് വല്ലപ്പോഴും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ വായ്പായ മയ്യത്തിന് വേണ്ടി നിൽക്കരിക്കുമ്പോഴും അതിപ്പോൾ എന്താ കാര്യം, അയാളെ കൊണ്ടുപോയി കുടിച്ചിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ഇനിയിപ്പം ഒരു മയ്യത്തിനൊന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്നതിന് എന്താ ഇപ്പം നഷ്ടം ചങ്ങാതിമാർ. ഇപ്പോൾ ഇവിടെ മയ്യത്തിക്കാരൻ ഉണ്ടായില്ല, ആകെ 1.25 ആള്, ബാക്കിയുള്ളവരൊക്കെ പോയി. ഇപ്പോൾ കുഴപ്പമില്ല, തിരക്കുള്ളവരൊക്കെ പോകണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ്. നിസ്കാരം കഴിഞ്ഞാൽ പൊക്കോ, നീ നിന്റെ ജോലിയിൽ വ്യാപൃതരേക്കോ. തിരക്കൊന്നുമില്ലാത്ത ആളുകൾക്കെങ്കിലും ഒന്ന് പങ്കെടുത്തൂടെ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെയും ഫീസ് പോവും. ആരെങ്കിലും ഒരു അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറഞ്ഞാൽ അത് കിട്ടൂല ചങ്ങാതിമാരെ. ഏതായാലും കഫൻ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു. ഇനി ബാക്കി കാര്യം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. അള്ളാഹു ദീനീ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ്വെയർ ഷോറൂമായ ന്യൂക്ലിയസ് പെരുമ്പാവൂർ. ബ്രാൻഡഡ് ഷർട്ട്, പാൻസ്, ജീൻസ് തുടങ്ങി പുരുഷന്മാർക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ഷോപ്പ്. ന്യൂക്ലിയസ് ജെൻസ്വെയർ, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, AM റോഡ്, പെരുമ്പാവൂർ.